അതിന് നിയർലി തന്നെ മൈലേജ് കിട്ടുന്നുണ്ട്. 18 ഇതിൽ ആവശ്യത്തിലധികം ഗണപതിയും എല്ലാവരെയും വെക്കാനായിട്ട് ഷൻ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയ സ്റ്റിയറിംഗ് വീൽ വരുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്. സോ ഈ സീറ്റ് ഞാൻ വളരെയധികം പുറകിൽ ജസ്റ്റ് ഞാനിപ്പോൾ കാണിച്ചാൽ ഞാനിന്ന് ബ്രേക്ക് ചെയ്ത് കാലെടുക്കുവാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് മാരുതി സുസുക്കിയുടെ XL6 ആണ്. നെക്സ ഡീലർഷിപ്പ് വഴി മാരുതി വിൽക്കുന്ന ഒരു MPV ആണ്. നെക്സയിൽ വിൽക്കുന്ന ഏക MPV വാഹനവും XL6 ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് XL6ന്റെ റിവ്യൂയിലേക്ക് കിടക്കാം. റിവ്യൂ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും വളരെ ഗ്രേസ് ഉള്ള ഒരു ഫേസ് ആണ് XL6ന് വന്നിരിക്കുന്നത്. മാരുതി സുസുക്കി ഈ സെഗ്മെന്റിൽ, അതായത് ഒരു MPV സെഗ്മെന്റിൽ ഒരു SUVയുടെ ഫേസ് ആണ് XL6ന് കൊടുത്തിരിക്കുന്നത്. XL6ന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും അധികം ലുക്ക് വരുന്നത് ഇതിന്റെ ഹെഡ്ലൈറ്റ് ആണ്. ഒരു ചേംബർ രൂപത്തിലാണ് ഇതിന്റെ ഹെഡ്ലൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് 3 LED ലൈറ്റ്സുകൾ വന്നിട്ടുണ്ട്. LED പ്രൊജക്ട് ലൈറ്റ്സ് 3 എണ്ണമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ ചേർന്നിട്ട് ഒരു LED DRL കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇത് 3 നമുക്ക് കമ്പൈൻഡ് ആയിട്ട് ഒരു യൂണിറ്റിൽ തന്നെയാണ് മാരുതി സുസുക്കി കൊടുത്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റോട് ചേർന്ന് തന്നെ, അതായത് അതിർത്തി തർക്കങ്ങളൊന്നും ഇല്ലാതെ തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു ഹണികോം മെഷ് ഗ്രില്ലാണ് നെക്സ XL6 കൊടുത്തിരിക്കുന്നത്. നോർമലി നമ്മളുടെ നെക്സ കാറുകളിലേക്ക് വരുമ്പോഴത്തേക്കും നെക്സ വേവ് ഗ്രില്ലായിരിക്കും വന്നിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഒരു ഹണികോം ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ആകെ ഒരു MPV ആണ്, അതിനൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചായിരിക്കും ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. അതിനെ ആവരണം ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിന് കുറച്ചുകൂടെ ഭംഗിയാക്കുന്ന രീതിയിലുള്ള ക്രോം എലമെന്റുകൾ നമുക്ക് ഇതിന്റെ ഫ്രണ്ടിൽ കാണാം. നോർമലൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പൊതുവെ ചില വാഹനങ്ങളിൽ ഒരുപാട് ക്രോം നമ്മൾ കാണുമ്പോഴത്തേക്കും നമുക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഈ ഒരു വാഹനത്തിന്റെ ക്രോം ഡിസൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് സുസുക്കി ഡിസൈനേഴ്സ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സെന്ററിലായിട്ട് സുസുക്കിയുടെ ലോഗോ വരുന്നുണ്ട്. അതിന് താഴെയായിട്ട് 360 ക്യാമറയുടെ ഒരു എലമെന്റും കൂടെ കൊടുത്തിട്ടുണ്ട്. ദെൻ അതിന് താഴേക്ക് വരുമ്പോഴത്തേക്കും ബമ്പറാണ് വരുന്നത്. സോ XL6ന്റെ ബമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നല്ലതുപോലെ മെനക്കെട്ട് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം ഇതിന്റെ ഫോഗ് ലാമ്പ് വരുന്ന ഒരു പോർഷൻ നോർമലി നമ്മൾ കാണുന്ന ഒരു ബമ്പറിൽ നിന്നല്ലാതെ ഒരു വെറൈറ്റി ആയിട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ അതിനുള്ളിലായിട്ട് ഒരു LED ലൈറ്റ്സിലാണ് കൊടുത്തിരിക്കുന്നത്, ഫോഗ് ലാമ്പ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ സെൻട്രൽ പോർഷനിലായിട്ട് അവിടെ ഒരു ലൈൻഡ് ആയിട്ടുള്ള ഗ്രില്ലും കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് അലൂമിനിയം പെയിന്റഡ് ആയിട്ടുള്ള ഒരു സ്കിഡ് പ്ലേറ്റ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഹുഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ക്യാരക്ടർ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല ഫ്രണ്ട് ഫേസ് ഉള്ള ഒരു ഹുഡാണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുണ്ട്. സോ നമുക്ക് ഉള്ളിലിരിക്കുന്ന ക്യാബിനും അത്രയും തന്നെ വലിപ്പമുണ്ട്. ജസ്റ്റ് നമുക്ക് എഞ്ചിൻ റൂം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി കഴിയുമ്പോൾ നമുക്കറിയാം K15Z ആണ് ഈ ഒരു എഞ്ചിൻ്റെ. ഇതിൻ്റെ ടൂണിങ് കുറച്ച് ഡിഫറൻസ് ആണ്. ഒരു 6 സീറ്റർ അല്ലെങ്കിൽ ഒരു MPV സെഗ്മെന്റ് ആയതാണ് ടൂണിങ് ചെറിയ ഡിഫറൻസ് ഉണ്ട്. നമുക്കത് ഡ്രൈവ് ചെയ്യുന്ന ടൈമിൽ പറഞ്ഞുതരാം. ജസ്റ്റ് ഞാനിപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. സോ ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ റൂം എന്ന് പറയുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ റൂമാണ്. ഞാൻ ഹുഡ് കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഒരു മാൻ മാക്സിമം മെഷീൻ മിനിമം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ എയർ ഫിൽറ്റർ ടോപ്പിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി കുറച്ചുകൂടി അധികം ഉണ്ടായിരിക്കും. ECM വരുമ്പോഴും അതും കുറച്ച് ടോപ്പിലാണ് വന്നിരിക്കുന്നത്. ഫ്യൂസ് ബോക്സുകൾ കുറച്ച് ടോപ്പിലാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ എല്ലാ സ്പേസും നമുക്ക് കാണാനായിട്ട് സാധിക്കും മാരുതി സുസുക്കിയുടെ ഈ ഒരു എഞ്ചിൻ കമ്പാർട്ട്മെന്റിലേക്ക് നോക്കുമ്പോഴത്തേക്കും. അതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഒരു നോർമലി ഒരു മനുഷ്യന് പോലും ഈ വാഹനത്തിൻ്റെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓയിൽ ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വയർ കട്ടായി കിടക്കുന്നത് നമുക്ക് ഇതിലൂടെ കാണാനായിട്ട് സാധിക്കും. ഇവൻ്റെ ഗിയർ ബോക്സ്, നമുക്ക് ഈ ഗിയർ ബോക്സ് വരെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ബാക്കി ഒരുമാതിരിപ്പെട്ട ഇലക്ട്രോണിക്സ് ഐറ്റംസ് എല്ലാം തന്നെ ഹൈറ്റിലേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വാട്ടർ വെയറിംഗ് കപ്പാസിറ്റി കുറച്ചുകൂടെ ബെറ്റർ ആണ് ഈ വാഹനത്തിന്. ഓക്കെ, സോ XL6ന്റെ വിൻഷീൽഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ ലാർജർ ആയിട്ടുള്ള ഒരു വിൻഷീൽഡാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ആംഗിൾ കുറച്ച് കുറവാണ്. അതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് വരുന്ന വെയിൽ കുറവായിരിക്കും. കാരണം നമ്മൾ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലിരിക്കുന്ന ടൈമിൽ നമ്മുടെ സ്റ്റിയറിങ്ങിലും അതേപോലെ തന്നെ ഡാഷ്ബോർഡും ഒക്കെ ചൂടാകുന്ന ഒരു പ്രശ്നം വരുന്നുണ്ടായിരിക്കും. അത് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് വിൻഷീൽഡിൻ്റെ ആംഗിൾ കൊണ്ട് സാധിക്കും. കാരണം ഡയറക്റ്റ് ഉണ്ടാകില്ല. മാത്രമല്ല ഈ ഒരു വിൻഷീൽഡ് എന്ന് പറയുന്നത് UV കട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്റേണലി ഹാംഫുൾ ആയിട്ടുള്ളതൊക്കെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. XL6ന്റെ സൈഡ് പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നത് ഒരു 360 ഡിഗ്രി വരുന്ന ഗ്ലാഡിങ്സ് ആണ്, ബ്ലാക്ക് ഗ്ലാഡിങ്സ് ആണ്.
നോർമലി ഒരു MPV നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു സാധനമാണ്. നമ്മൾ SUVസിലൊക്കെ കാണുന്നതാണ് ഈ ഒരു ഗ്ലാഡിങ്. പക്ഷേ ഈ ഒരു സെഗ്മെന്റിൽ ഈ ഒരു വാഹനത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വളരെ മനോഹരമായിട്ടുണ്ട്. അതേപോലെ തന്നെ R16 ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് വരുന്നത്, ഓർ ഡുവൽ ടോൺ അലോയ് വീൽസ് ആണ് വരുന്നത്. ഇതിന്റെ ഫ്രണ്ടിലെ സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്ഫെർസൺ സ്ട്രട്ടാണ് വരുന്നത്. ഇൻഡിപെൻഡന്റ് സസ്പെൻഷൻസ് ആണ് ഇതിന്റെ ഫ്രണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ നമുക്ക് ഇതിന്റെ ഒരു ഡിസൈൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്വയറിൽ, അതായത് ഇതിന്റെ വീലാർച്ച് ഒരു സ്ക്വയർ ഇതിലാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ ഇതിന്റെ വീലിനുള്ളിൽ നിന്ന് തന്നെ ആണ് ഇതിന്റെ സസ്പെൻഷൻസ് മേ ബി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ള കട്ടറുകളിലൊക്കെ ചാടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ വീല് ബോഡിയിൽ ടച്ച് ചെയ്യാതെ നിൽക്കും. അതുപോലെ തന്നെ ഇതിനൊരു ഡിസൈൻ എലമെന്റ് ആയിട്ട് ഇവിടെ ഒരു ക്രോം ആക്സെന്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിൽ ഒരു ക്രോം ആക്സെന്റ് കാണാനായിട്ട് പറ്റും. ഈ ഒരു വാഹനം ആൽഫ പ്ലസ് എന്ന് പറയുന്ന വേരിയന്റ് ആണ്. സോ ഇതിന് താഴേക്കുള്ള മോഡൽസ് വരുമ്പോഴത്തേക്കും പല എലമെന്റ്സും നമുക്ക് മിസ്സിംഗ് ആയിരിക്കും. ദെൻ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ORVMs കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റ്സ് ആണ് വരുന്നത്. അതിന് താഴ്ഭാഗത്തായിട്ട് 360 ക്യാമറയുടെ ഒരു എലമെന്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്രണ്ടിൽ കണ്ടിരുന്ന അലൂമിനിയം പെയിന്റഡ് ആയിട്ടുള്ള ആ ഒരു ഗ്ലാഡിങ്ങിന്റെ ഒരു സൈഡ് സ്കേർട്ട് പോലെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് ടോപ്പിലായിട്ട്, അതായത് ആ 360 ഗ്ലാഡിങ്ങിന് മുകളിലായിട്ട് ഒരു ക്രോം എലമെന്റ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ദെൻ ഡോർ ഹാൻഡിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയും ഒരു ക്രോം ആക്സൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ നമ്മളുടെ സ്മാർട്ട് കീയുടെ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. അതായത് കീലെസ് എൻട്രിയുടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിക്കുള്ളിലേക്ക് എൻ്റർ ആകാനായിട്ട് സാധിക്കും. ദെൻ ഇതിൻ്റെ റിയർ ഡോറിലേക്ക് വരുമ്പോഴത്തേക്കും ഇത്രയും വലിപ്പമേറിയ റിയർ ഡോർസ് ആണ് കൊടുത്തിരിക്കുന്നത്. നോർമലി നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4445 mm ആണ്. ഈ ഒരു വാഹനത്തിൻ്റെ 1/3 വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡോറാണ് എടുത്തിരിക്കുന്നതെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അത്രയും ലാർജർ ആയിട്ടുള്ള ഒരു ഡോർ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ റിയർ സീറ്റിലേക്ക് നമുക്ക് എൻട്രി ചെയ്യുന്നതിന് നമുക്കിവിടെ ഒരു റിക്ലൈനർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിക്ലൈൻ ചെയ്ത് ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2740 mm ആണ്. 2740 mm എന്ന് പറയുമ്പോഴത്തേക്കും ഇന്നോവ ക്രിസ്റ്റയുടെ വീൽ ബേസ് എന്ന് പറയുന്നത് 2750 mm ആണ്. ജസ്റ്റ് 10 mm മാത്രമാണ് ഇതിന് വീൽ ബേസ് ക്രിസ്റ്റയായിട്ട് കുറവ് വരുന്നത്. സോ അതിൻ്റെ സ്പേസ് നമുക്ക് ഇതിനുള്ളിൽ കയറുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. സോ ഉള്ളിലെ കാര്യങ്ങൾ ഞാൻ കാണിക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്പേസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ദെൻ ഇതിൻ്റെ ക്വാർട്ടർ ഗ്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഈ സെഗ്മെന്റിൽ നമ്മൾ സാധാരണ നോർമലി ഒരു 7 സീറ്റർ SUVs ഒക്കെ കാണുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു MPV കാണുമ്പോഴത്തേക്കും ഇത്രയും വലിപ്പമേറിയ ഒരു ക്വാർട്ടർ ഗ്ലാസ് കാണാറില്ല. പക്ഷേ നമുക്ക് മാരുതി സുസുക്കിയുടെ XL6 വരുമ്പോഴത്തേക്കും വളരെ വലിപ്പമേറിയ ഒരു ക്വാർട്ടർ ഗ്ലാസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഈ ഗ്ലാസ്സുകളെല്ലാം തന്നെ ടിൻറ്റഡ് ആണ്. ദെൻ നമുക്ക് സൈഡ് പോർഷനിൽ നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. വളരെ സ്പോർട്ടി ആയിട്ടുള്ള അലൂമിനിയം പെയിന്റഡ് ആയിട്ടുള്ള റൂഫ് റെയിൽസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയറിൽ വരുന്നത് റിയർ ട്വിസ്റ്റ് ബീം സസ്പെൻഷൻ ആണ് ഇതിൻ്റെ റിയറിൽ കൊടുത്തിരിക്കുന്നത്. ദെൻ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 180 mm ആണ്. 180 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. അപ്പോൾ 2740 mm ആണ് ഇതിൻ്റെ വീൽ ബേസും. അടി തട്ടാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. ഈവൻ ഫുള്ളി ലോഡഡ് ആണെന്നുണ്ടെങ്കിൽ കൂടിയും അടി തട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ഇതിൻ്റെ റിയർ പോർഷനിലേക്ക് വരുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സെയിം കാഴ്ചയിൽ ഏകദേശം എർട്ടിഗ പോലെ തന്നെയാണ്. എർട്ടിഗയുടെ പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വരുന്നത്. എർട്ടിഗയുടെ ഏകദേശം ഡൈമെൻഷൻസും കാര്യങ്ങളും ഒക്കെ സെയിം ആണ്. എർട്ടിഗയ്ക്ക് ഒരു ചേട്ടനുണ്ടായി, അവൻ ഇച്ചിരി ജിമ്മനാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കുമോ അതുകൂട്ടൊക്കെയാണ് ഈ ഒരു വാഹനം വരുന്നത്. റിയർ പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നമ്മുടെ ടോവിനോടൊക്കെ തൊപ്പി പോലെ ഇല്ലേ, അതുപോലെ ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് ഓൾറെഡി ഫാക്ടറിയിൽ നിന്ന് തന്നെ വരുന്നതാണ്. നമുക്ക് അഡീഷണൽ ഒരു സ്പോയിലറിൻ്റെ ആവശ്യം വരുന്നില്ല. അതിന് താഴെയായിട്ട് റിയർ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. വൈപ്പർ വാഷർ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ നമുക്കൊരു ഷാർക്ക് ഫിൻ ആൻറ്റിന വരുന്നുണ്ട്. റിയറിൽ ഡിഫോഗർ ലൈൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ റിയറിൽ വൈപ്പർ വരുന്നുണ്ട്. ഇനി ഈ ഒരു പോർഷനിലാണ് സ്ലൈറ്റ്ലി ഡിഫറൻസ് വരുന്നത് എർട്ടിഗയായിട്ട്. ഇവിടെ വരുമ്പോഴത്തേക്കും ഇതൊരു ബ്ലാക്ക് പെയിൻറ്റഡ് ആണ്, അതായത് പിയാനോ ബ്ലാക്ക് കളർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ സുസുക്കിയുടെ ലോഗോ വരുന്നുണ്ട്. അതിന് താഴ്ഭാഗത്തായിട്ട് നമുക്ക് റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് റിവേഴ്സ് ക്യാമറ വരുന്നത്. ദെൻ ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ടെയിൽ ലൈറ്റ് ആണ്. ഓൾമോസ്റ്റ് ഒരു C ഷേപ്ഡെന്നോ അല്ലെങ്കിൽ ഒരു L ഷേപ്ഡെന്നോ ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെയിൽ ലൈറ്റിനെ പറയാനായിട്ട് വരും. ഇത് LED ആണ്, ട്യൂബ് ലൈറ്റ് പോലെ ഒരു LED പോർഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെയിം തന്നെ എർട്ടിഗയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. സ്മാർട്ട് ഹൈബ്രിഡ് എന്താണെന്ന് ഞാൻ ഡ്രൈവ് ചെയ്യുന്ന ടൈമിൽ പറഞ്ഞുതരാം. ദെൻ ആ ഒരു സൈഡിലായിട്ട് XL6ൻ്റെ ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. ദെൻ ബമ്പർ പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. അതായത് ഈ ഒരു എർട്ടിഗയുടെ പോർഷനിൽ വരുന്നത് ഇങ്ങനെയല്ല റിഫ്ലക്ട് വരുന്നത്,
ഈ ഒരു രീതിയിലായിരിക്കും റിഫ്ലക്ടർ വരുന്നത്. നമുക്കിത് ഇങ്ങനെയാണ് റിഫ്ലക്ടർ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ബമ്പർ ഏകദേശം ഈ ഒരു പോർഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നോർമലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ എന്നൊക്കെ ആയിരിക്കും മിക്ക വാഹനങ്ങളുടെയും ബമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് കുറച്ച് ടോപ്പിൽ നിന്നാണ് ബമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ നമുക്ക് റിവേഴ്സ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലും സൈഡിലും ഒക്കെ കണ്ടിരുന്ന അലൂമിനിയം കോട്ടഡ് ആയിട്ടുള്ള ഒരു ഗ്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഗ്ലാഡിങ്. പിന്നെ കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഡിസൈൻസ് എലമെൻസും നമുക്ക് റിയറിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ വളരെയധികം മനോഹരമാക്കിയിട്ടുണ്ടെങ്കിൽ റിയറും അതേപോലെ തന്നെ മാരുതി സുസുക്കിയുടെ ഡിസൈനേഴ്സ് വളരെ മനോഹരമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്, ഇവിടെ ഒരു സിംഗിൾ സ്വിച്ച് ഉണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് 209 ലിറ്റേഴ്സ് ആണ്. അതേപോലെ തന്നെ നമുക്ക് റിയറിലെ ഈ സീറ്റുകൾ നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 560 ലിറ്ററോളം ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടുന്നതാണ്. ദെൻ ഇതിന് താഴ്ഭാഗത്തായിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഈ 209 അല്ലാതെ കുറച്ചുകൂടെ നമുക്ക് സ്പേസ് അതിനകത്തുണ്ടാകും. റിയറിലെ സീറ്റുകൾ നമുക്ക് റിക്ലൈനിങ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. സോ നമുക്കിതിൻ്റെ റിയറിലെ സീറ്റിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് പുറകിലേക്കൊന്ന് കയറാം. എനിക്ക് വലിയ സൈസിങ് ഒന്നും വരുന്നൊന്നുമില്ല. ഇതൊരു റിക്ലൈനിങ് സെറ്റപ്പ് ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടിരുന്നത്. ഇതുവഴി ഒന്ന് അകത്തേക്ക് ഒന്ന് കയറി നോക്കാം. സോ ഇപ്പം ഈ സീറ്റ് ഞാൻ വളരെയധികം പുറകിലേക്ക് കംഫോർട്ട് അനുസരിച്ച് വളരെയധികം പിന്നിലേക്ക് ഞാൻ ഇട്ടിരിക്കുന്നത്. നോർമലി ഒരു സീറ്റിംഗ് പൊസിഷനിലേക്ക് ഞാനിത് മാറ്റി കാണിക്കാം. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ഒരു റിക്ലൈനിങ് പൊസിഷനിൽ കിട്ടുന്നത്. നമ്മളിതിൻ്റെ നോർമൽ സീറ്റിംഗ് പൊസിഷനിലേക്ക് നമ്മൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു സ്പേസ് ലെഗ് റൂം നമുക്ക് ഇതിനകത്ത് കിട്ടും. വളരെ കംഫോർട്ടായിട്ട് എനിക്കിതിനകത്ത് ഇരിക്കാൻ വേണ്ടി പറ്റുന്നത്. ഞാനൊരു 5.8 ആണ് എൻ്റെ ഹൈറ്റ് വരുന്നത്. ഇതിന് രണ്ട് സൈഡിലായിട്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ റിയറിൽ നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ തന്നെ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു 12 വോൾട്ട് ചാർജിങ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2025 മോഡൽസിലേക്ക് വരുമ്പോഴത്തേക്കും റിയറിൽ ഈ പോർഷനിലായിട്ട് ഇതിന് AC വെൻസും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൺട്രോളിങ് സിസ്റ്റവും ഇതിനുള്ളിൽ തന്നെ ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് റോയിലെ സീറ്റിംഗ് എന്ന് പറയുന്നത്. വളരെ നല്ല തൈ സപ്പോർട്ട് ഈ ഒരു വാഹനം കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഷോൾഡർ സപ്പോർട്ടും നമുക്ക് ഇതിനുള്ളിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊരു ക്യാപ്റ്റൻ സീറ്റ്സ് ആണ് ഇതിൻ്റെ ഉള്ളിൽ സെക്കൻഡ് റോയിലും വരുന്നത്. ഇപ്പം നമുക്ക് സീറ്റ് എണ്ണം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എർട്ടിഗ ചൂസ് ചെയ്യാം. എർട്ടിഗ ആകുമ്പോഴത്തേക്കും ഇവിടെ ഒരു ബെഞ്ച് സീറ്റ് ആയിരിക്കും വരുന്നത്. പക്ഷേ ഇത്രയും കംഫോർട്ട് ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഇവിടെ ഒരു ഗ്രാബ് റെയിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്രാബ് റെയിൽ വഴി ഈസി ആയിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങി വരാനും ഈ ഒരു വാഹനത്തിന് പറ്റും. XL6 നമുക്കിനി ഒന്ന് ഓടിച്ചു നോക്കാം. വണ്ടിയെ പറ്റി സംസാരിക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ സ്റ്റിയറിംഗ് വീല് വളരെ ചെറിയൊരു സ്റ്റിയറിംഗ് വീലാണ്. ഈ ചെറിയ സ്റ്റിയറിംഗ് വീല് വരുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇത് ഭയങ്കര സ്പോർട്ടിയാണ്. പിന്നെ കാണാൻ ഭയങ്കര എലഗൻ്റ് ആയിരിക്കും. രണ്ട്, ഈ ഒരു വട്ടം ഒരുപാട് സ്പേസ് എടുക്കത്തില്ല. സോ അത്യാവശ്യം നല്ല ലെഗ് റൂം കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് വീല് ചെറുതാകുന്നതുകൊണ്ട് കിട്ടും. ഇവൻ ഇത് ടോപ്പ് എൻഡ് മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൊണ്ട് ഓഡിയോ കൺട്രോൾസ് വരുന്നുണ്ട്. ഒരു മ്യൂട്ട് സ്വിച്ച് ഉണ്ടാവും. അതേപോലെ തന്നെ മോഡ് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയേർഡാണ്. ദെൻ നമുക്കിതിൻ്റെ ഫോണിൻ്റെ കൺട്രോൾസ് നമുക്ക് ഈ സ്റ്റിയറിംഗിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. 3 സ്വിച്ചുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് കോൾ അറ്റൻഡ് ചെയ്യാൻ, 2 കോൾ കട്ട് ചെയ്യാനായിട്ട്, 3 വണ്ടിയോട് സംസാരിക്കാനായിട്ടുള്ള വണ്ടിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കുക. നമുക്ക് ചുമ്മാ സംസാരിച്ച് പോകാൻ പറ്റില്ല, ഈ ChatGPTയോടൊക്കെ സംസാരിക്കുന്ന പോലെ. ദെൻ ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കംഫോർട്ട് ആക്കാനായിട്ട് ലെതർ സ്റ്റിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റിച്ചിങ് ലെതറാണ് വന്നിരിക്കുന്നത്. ഇതൊരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്. 2 കളർ ടോണുകളിലാണ് വരുന്നിരിക്കുന്നത്. സുസുക്കിയുടെ ലോഗോ അവിടെ നമുക്ക് ക്രോമിൽ ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ സ്പോർട്ടിയാണെന്ന് പറയാനുള്ള റീസൺ ഇതാണ്. പിന്നെ ഇത് കൺവീനിയൻറ്റും കംഫോർട്ടും കൂട്ടാനായിട്ട് ഇത് കണ്ടല്ലേ, ടിൽറ്റബിൾ ആണ്. ദെൻ ടെലിസ്കോപ്പിക്കും ആണ്. അപ്പം നല്ല ഹൈറ്റ് ഉള്ള ഒരാൾക്ക് പുറകിലിരുന്ന് ഓടിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സീറ്റ് ഇറക്കി ഇട്ട് കഴിഞ്ഞാൽ കംഫോർട്ടായിട്ട് ഈ ഒരു ഫീച്ചർ കൊണ്ട് ഓടിക്കാനായിട്ട് പറ്റും. പിന്നെ ഈ കാണുന്ന പ്ലാസ്റ്റിക് ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഒരു ഓക്ക് വുഡ് ഡിസൈൻസ് കാണാനായിട്ട് പറ്റും. ഒരു വുഡൻ ഫിനിഷിംഗ് ആണ് ഡോറിൻ്റെ പാഡുകളിലെല്ലാം വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഡോർ ഹാൻഡിൽ ക്രോം ഫിനിഷാണ് വന്നിരിക്കുന്നത്. നോർമലി നമ്മൾ എല്ലാ സുസുക്കി കാസിലും കാണുന്ന 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഡ്രൈവർ സൈഡ് വിൻഡോ നമുക്ക് വരുന്ന 1 ടച്ചിൽ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ പറ്റും. ദെൻ ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മിറേഴ്സ് വന്നിട്ടുണ്ട്. ഇലക്ട്രിക്കലി അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഇതിനകത്ത് ഒരു ഓട്ടോ ഫോൾഡ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ മിറേഴ്സ് ഫോൾഡും ആവും. പിന്നെ ഈ ഒരു വണ്ടിയുടെ എഞ്ചിനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ഒരു ബൂസ്റ്റ് ചെയ്ത് പെർഫോമൻസ് എടുക്കുന്ന ഒരു വാഹനമല്ല. ഇതൊരു 6 സീറ്റർ അല്ലെങ്കിൽ ഒരു MPV സെഗ്മെന്റിൽ ഒരു 15+ മൈലേജ് നമുക്ക് തരുന്ന വളരെ കംഫോർട്ടായിട്ട് നമുക്ക് പീസ് ഓഫ് മൈൻഡിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഇവൻ നമുക്കിപ്പോൾ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം ഓരോ 5 കിലോമീറ്റർ പോകുന്ന സമയത്തും ഇതിൻ്റെ ഒരു സർവീസ് സെൻറ്റർ എവിടെയെങ്കിലും ഉണ്ടാവും. ഇപ്പം ഞാനിപ്പോൾ കോട്ടയം ജില്ലയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ കോട്ടയം ജില്ലയിൽ തന്നെ ഏകദേശം 20-ന് മുകളിൽ സർവീസ് സെൻറ്റേഴ്സ് മാറിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പോണ വഴിക്കെല്ലാം എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമുക്ക് മാറേണ്ട വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറാൻ എളുപ്പമാണ്. സർവീസ് നെറ്റ്വർക്ക് അതേപോലെ ഉണ്ട്.
അതേപോലെ തന്നെ പെട്ടെന്നൊന്നും പോകത്തില്ല, അല്ലെങ്കിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോസ്റ്റ് വളരെ കുറവാണ് എന്നതും മാരുതി സുസുക്കിയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. കാരണം ഇവിടെ എല്ലായിടത്തും നമുക്ക് ഈ സാധനം അവൈലബിളും ആണ്, പ്ലസ് നമുക്ക് കോസ്റ്റും കുറവാണ്. ഇവൻ ഇത് റൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് 1.5 ആണ്, കെ സീരീസ് 1.5 എഞ്ചിനാണ് വരുന്നത്. ഈ സെയിം എഞ്ചിൻ നമുക്ക് ഇവരുടെ ബ്രസൈലുണ്ട്, അതേപോലെ തന്നെ ഗ്രാൻഡ് വിറ്റാരയിലേക്ക് ഉണ്ട്. പക്ഷേ ഡിഫറെൻറ്റ് ട്യൂണിങ് സിസ്റ്റത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. കാരണം ഇതിപ്പം നമുക്ക് വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടല്ല ഇത് ട്യൂൺ ചെയ്തിരിക്കുന്നത്, കുറച്ച് മൈലേജ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. പ്ലസ് നമുക്ക് ഇതിൻ്റെ മൈലേജിനെ ഒന്ന് ഇൻക്രീസ് ചെയ്യാനായിട്ട്, അതേപോലെ തന്നെ ടോർക്ക് ഒന്ന് അസിസ്റ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു സ്മാർട്ട് ഹൈബ്രിഡ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോ ഡ്രൈവർ സീറ്റിന്റെ അടിഭാഗത്തായിട്ട് ഒരു ലിഥിയം അയൺ ബാറ്ററി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലിഥിയം അയൺ ബാറ്ററി ഇതിന്റെ ഡീആക്സിലറേറ്റ് ചെയ്യുന്ന ടൈമിൽ, അതേപോലെ തന്നെ ബ്രേക്ക് ചെയ്യുന്ന ടൈമിൽ ഉണ്ടാകുന്ന എനർജീനെ ഇതിനൊരു ഇൻറ്റഗ്രേറ്റഡ് സെൽഫ് ജനറേറ്റർ മോട്ടർ ഉണ്ട്, ആ മോട്ടർ യൂണിറ്റ് വെച്ചിട്ട് ആ ഒരു പവറിനെ അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രിസിറ്റീനെ സ്റ്റോർ ചെയ്യും, ഈ ഒരു ബാറ്ററിക്കുള്ളിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഈ സ്റ്റോർ ചെയ്യുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഒരു കയറ്റമൊക്കെ വലിക്കുന്ന ടൈമിൽ എഞ്ചിനൊരു സപ്പോർട്ട് പോലെ ഈ മോട്ടോർ സിസ്റ്റം വർക്ക് ചെയ്തിട്ട് ഒരു പുഷ് തരും. അപ്പോൾ നമ്മുടെ വണ്ടി അത്യാവശ്യം നല്ല പിക്കപ്പിൽ കയറി പോകും. അപ്പോൾ ആ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മെയിൻലി കുറച്ച് ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ, ഈ വാഹനത്തിനുള്ളിൽ വരുന്ന ഇലക്ട്രോണിക് ഐറ്റംസിൻ്റെയൊക്കെ ബാറ്ററി പവർ, അതായത് വണ്ടിക്ക് ആവശ്യമായിട്ടുള്ള കറണ്ട് എഞ്ചിനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാതെ ഈ ബാറ്ററിയിൽ നിന്ന് ഡെലിവറി ചെയ്ത് കൊടുക്കും. അപ്പോൾ ഡെലിവറി ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും എഞ്ചിൻ ഒരു ഓൾട്ടർനേറ്റർ കറങ്ങിയിട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കാതെ ഈ ഒരു ഐറ്റം വഴി വർക്ക് ചെയ്തുകൊണ്ട് മൈലേജ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 2 പോയിന്റ് മൈലേജ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഹൈബ്രിഡ് സിസ്റ്റം വഴി നമുക്ക് കിട്ടും. മൂന്നാമത്തെ മൈലേജ് കൂട്ടാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ആണ്. ഇപ്പോൾ എല്ലാവരും ഡിസ്കസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്, വണ്ടി ഒരു തവണ ഓഫായിട്ട് രണ്ടാമത് സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്കും സ്റ്റാർട്ടർ മോട്ടറിനും കംപ്ലൈൻറ്റ് വരില്ലേ എന്നുള്ളൊരു ചോദ്യം വരാം. അതിനാണ് ഇതിനകത്ത് സ്റ്റാർട്ടർ മോട്ടർ വൺസ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു കോൾഡ് സ്റ്റാർട്ടിൻ്റെ ടൈമിൽ സ്റ്റാർട്ട് ആകുന്നത്, രണ്ടാമത് നമ്മൾ പുഷ് ബട്ടൺ ഓഫ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് മോട്ടർ തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മളൊരു ട്രാഫിക്കിൽ ഈ വാഹനം ന്യൂട്രലിൽ വന്ന് ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വണ്ടി ഓഫ് ആകും. അതിനുശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ ISG, ഇൻറ്റഗ്രേറ്റഡ് സെൽഫ് ജനറേറ്റർ മോട്ടർ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്, വണ്ടിയെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ജെർക്കിങ് കുറഞ്ഞായിരിക്കും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാരയുടെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രോങ് ഹൈബ്രിഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഓഫ് ആയതും അറിയത്തില്ല, വണ്ടി സ്റ്റാർട്ട് ആയതും അറിയത്തില്ല, അത്രയും ഇതിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം അത് സ്റ്റാർട്ട് ആകുന്നത് തന്നെ EV മോഡിലാണ്, അതിൻ്റെ ഒരു ഡിഫറൻസ് വരും. പിന്നെ ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ, ഇപ്പോൾ ഡ്രൈവിങ്ങിനെ പറ്റി പറയുമ്പോഴത്തേക്കും എഞ്ചിനെ പറ്റി സംസാരിച്ചു. ഇനിയിപ്പോൾ ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷനിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് ഹൈറ്റിലിരുന്ന് ഒരു ഫീല് വരുന്നുണ്ട്. അതേപോലെ തന്നെ എന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സീറ്റാണ്. ഒരു ഡിസ്ട്രാക്ഷൻ ഒന്നും വരുന്നില്ല, ഈ ഒരു വിങ് സപ്പോർട്ട് കൊണ്ട് നമുക്കൊരു ഡിസ്ട്രാക്ഷൻ ഒന്നും വരുന്നില്ല. ഈസി ആയിട്ട് നമുക്ക് ഗിയേഴ്സ് മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, വളരെ ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ കംഫോർട്ടാണ് നമുക്ക് ഈ ഒരു സീറ്റിലിരിക്കുമ്പോൾ കിട്ടുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലെ സസ്പെൻഷൻ ഞാൻ പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് മാക്പേഴ്സൺ സ്ട്രട്ടാണ് വരുന്നത്, റിയറിൽ വരുന്ന ട്വിസ്റ്റ് ബീം സസ്പെൻഷനാണ് വരുന്നത്. പിന്നെ സ്റ്റിയറിംഗ് റെസ്പോൺസ് നമുക്ക് ബാക്ക് ടു സെൻറ്റർ ഒക്കെ പക്കയായിട്ട് വരും. നമ്മളൊരു കോർണർ എടുത്തിട്ട് നമ്മൾ സ്റ്റിയറിംഗിൽ നിന്ന് കൈ എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്ക് ടു സെൻറ്റർ ഭയങ്കര രസമാണ്. നമ്മൾ ഈ റീലിലൊക്കെ കാണുന്നുള്ള എൻ്റെ സ്കില്ല് ഇതാണെന്ന് പറഞ്ഞ് പിള്ളേർ കാണിക്കില്ലേ, അതുപോലെ ഈ സാധനം തിരിച്ച് കറങ്ങി വരുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഇനി ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റത്തിലേക്ക് വരുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 7 ഇഞ്ചാണ് ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ 7 ഇഞ്ച് മ്യൂസിക് സിസ്റ്റമാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനെ ഒരു സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിനകത്ത് തന്നെ നമുക്ക് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളെല്ലാം തന്നെ വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ദെൻ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചറിനെ വാഹനം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കൂൾഡ് ഗ്ലൗ ബോക്സ് വരുന്നില്ല, പക്ഷേ കൂൾഡ് ആയിട്ടുള്ള കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. നമുക്ക് AC-യുടെ ഒരു വെൻറ്റ് കപ്പ് ഹോൾഡറിനുള്ളിലേക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കപ്പിൽ ഒഴിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ടെമ്പറേച്ചറിനെ അത് മെയിൻറ്റെയിൻ ചെയ്തോളും. ദെൻ ഇതിൻ്റെ ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ റിയർ ടയർസിന് 146 പ്രഷർ കാണിക്കുന്നത്. സോ നമുക്കത് റീഫിൽ ചെയ്യണം, എയർ റീഫിൽ ചെയ്യണം. പിന്നെ ഒരു MID-യിൽ തന്നെ നമുക്ക് ഈ സിസ്റ്റം എല്ലാം കാണിക്കും. ഇതിനകത്തൊരു 4-inch MID സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്, 2 അനലോഗ് മീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ അനലോഗിനുള്ളിൽ തന്നെ മറ്റ് 2 അനലോഗ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ടെമ്പറേച്ചർ കാണിക്കുന്നത്, 2 നമ്മുടെ ഫ്യൂവലിനെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനുള്ളിൽ തന്നെ കാണാം. വണ്ടിയുടെ ആവറേജ് മൈലേജ് കാണിക്കും. സോ MID-യിൽ ഇപ്പോൾ ഇതിന് മൈലേജ് ഒക്കെ കാണിക്കുന്നത് ഏകദേശം ഒരു 19 ആയിരിക്കും, 19 കാണിക്കും. അതിന് നിയർലി തന്നെ മൈലേജ് കിട്ടുന്നുണ്ട്, 18 മൈലേജ് കിട്ടുന്നുണ്ടെന്നാണ്. കാരണം ലോങ് ഡ്രൈവ് പോയ ടൈമിൽ നമ്മൾ കഴിഞ്ഞ ദിവസം മൂന്നാർ പോയത് XL6-ലായിരുന്നു. വാഗമണിൽ പോയത്. അപ്പോൾ ആ XL6-ന് നമുക്ക് മൈലേജ് കിട്ടിയത് 18 കിലോമീറ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ ആ ഒരു MID-യിൽ കിട്ടുന്ന മൈലേജ് നമുക്ക് ആക്ച്വലി അതിൻ്റെ നിയർലി തന്നെ നമുക്ക് അതിന് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം.
അതേപോലെ തന്നെ ഇതിൻ്റെ ഗിയർ ബോക്സ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് +1 റിവേഴ്സ് ഗിയർ ആണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. നോർമലി മാരുതി സുസുക്കിയുടെ വാഹനങ്ങളെല്ലാം കാണുന്ന ആ ഒരു സെയിം ഗിയറിംഗ് സിസ്റ്റം തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലും കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു ഡാഷ്ബോർഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ, അല്ലേ, നമ്മൾ ഈ മനോഹരമായിട്ടുള്ള കണ്ടംപററി വില്ലാസൊക്കെ കാണുമല്ലോ, ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ ഒന്ന് ഫ്ലോട്ട് ചെയ്ത് ആ ഒരു ഫ്ലാറ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ ആവശ്യത്തിലധികം ഗണപതിയും എല്ലാവരെയും വെക്കാനായിട്ട് യേശുക്രിസ്തുവും എല്ലാം വെക്കാനുള്ള ഒരു നല്ലൊരു സ്പേസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് താഴ്ഭാഗത്തായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ 7 ഇഞ്ച് സ്ക്രീൻ വരുന്നത്, ഹസാർഡ് ലൈറ്റ്സ് വരുന്നുണ്ട്, പിന്നെ ലെയേർഡ് ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വുഡ് ഫിനിഷൊക്കെ വളരെ മനോഹരമായിട്ട് മാരുതി സുസുക്കിയിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഇൻട്രഗേറ്റ് നിൽക്കുന്ന ആ ഒരു AC-യുടെ ഇതിനകത്ത് നമുക്ക് അവിടെ ഒരു 2 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ 2 സീറ്റുകൾ, ഫ്രണ്ടിലെ ഡ്രൈവർ സീറ്റും കോ ഡ്രൈവർ സീറ്റ്സും വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമ്മൾ സ്വെറ്റുള്ള ടൈമിലൊക്കെ നമുക്ക് ഒന്ന് കൂളാക്കാനായിട്ട്, നമ്മുടെ പുറമൊക്കെ ഒന്ന് കൂളാക്കാനായിട്ട് ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യാം. പക്ഷേ നമുക്കിത് ഏതൊരു സാധനം നമ്മൾ ലോങ് ടൈം യൂസ് ചെയ്യുമ്പോൾ നമുക്കനുസരിച്ചുള്ള ഡിഫക്ട്സ് ഒക്കെ വരാം. പുറത്ത് ഇപ്പോൾ നമ്മൾ ഒരുപാട് തണുപ്പടിക്കുന്ന സമയത്ത് നമുക്ക് പുറത്ത് നീർക്കെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദെൻ ഇതിനകത്ത് ഒരു ലെതറൈറ്റ് സീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു ബ്രൗൺ ഓർ ബ്ലാക്ക് ഫിനിഷിൽ വരുന്ന സീറ്റ്സ് കവേഴ്സാണ് നമുക്ക് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ദെൻ ഇതിൻ്റെ സേഫ്റ്റിയുടെ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 6 എയർ ബാഗുകളാണ് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് ഡ്രൈവർ സൈഡിൽ വരുമ്പോഴത്തേക്കും ഒരു എയർ ബാഗ് നമ്മുടെ സ്റ്റീറിങ്ങിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ അടുത്തത് വരുന്നത് ഡാഷ്ബോർഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് 2 സൈഡിലും കട്ടൺ എയർ ബാഗുകൾ വരുന്നുണ്ട്. പിന്നീട് 2 എയർ ബാഗുകൾ 2 സീറ്റിനായിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസ് മോഡൽ തൊട്ട് തന്നെ 6 എയർ ബാഗുകൾ വരുന്നുണ്ട്. ഇതിനാകെ 3 വേരിയൻറ്റുകളാണ് ഉള്ളത്. ഒന്ന് സീറ്റ, 2 ആൽഫ, 2 മൂന്നാമത്തത് ആൽഫ പ്ലസ്. നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന വണ്ടി ആൽഫ പ്ലസ് എന്ന് പറയുന്ന വണ്ടിയാണ് വരുന്നത്. സോ ഇതിനകത്തൊരു മ്യൂസിക് സിസ്റ്റം വരുന്നത് ഞാൻ പറയാം. ഇതിൻ്റെ സ്പീക്കേഴ്സൊക്കെ വന്നിരിക്കുന്നത് ഹാമൻ കാർട്ടൻസിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഓൾമോസ്റ്റ് GSTയുടെ ഒക്കെ നല്ല വില വ്യത്യാസം വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 55,000 രൂപ 60,000 രൂപയോളം ഈ ഒരു വാഹനത്തിന് കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനമൊക്കെ മേടിക്കാനായിട്ട് പറ്റുന്ന ടൈം ഇതാണ്. ഇനിയിപ്പോൾ ചിലപ്പോൾ പറയാൻ പറ്റില്ല, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കാര്യമാണ്. പെട്ടെന്ന് ചിലപ്പോൾ കേരളത്തിലെ റോഡ് ടാക്സ് കൂടാം, അല്ലെങ്കിൽ ഈ GST ചിലപ്പോൾ അവരെടുത്ത് മാറ്റാം. സോ നമ്മൾ വണ്ടി മേടിക്കാൻ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ റിസ്കുകൾ എടുക്കാതെ ഇപ്പം പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രൈസ് ഡ്രോപ്പ് കാര്യങ്ങളെല്ലാം നമുക്ക് മേടിക്കാം. പിന്നീട് ഈ വാഹനത്തിന് ഒരു ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാംസ് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാംസ് ഒരു ഡിവൈസ് ത്രൂ ചെയ്യുന്നതാണ്. വാഹനത്തിൻ്റെ റോൾ ഓവർ മിറ്റിഗേഷനും അതേപോലെ തന്നെ വണ്ടിയുടെ സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ അനുസരിച്ച് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. അതേപോലെ തന്നെ ബ്രേക്ക് അസിസ്റ്റ് വരുന്നുണ്ട്. ദെൻ ഒരു ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ വീലുകളുടെ ട്രാക്ഷൻ, ഫ്രണ്ടിലെ 2 വീലുകളായിരിക്കും മോസ്റ്റ്ലി ട്രാക്ഷൻ എടുക്കുന്നത്, കാരണം ഇത് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണല്ലോ. അപ്പോൾ ആ ഒരു ട്രാക്ഷനും കൂടെ വാഹനത്തിന് നോക്കിയിട്ട് വണ്ടിയുടെ സ്റ്റെബിലിറ്റി എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റവും കൂടെ ഈ ഒരു വണ്ടിക്കുള്ളിൽ വന്നിട്ടുണ്ട്. ദെൻ ഇതിനകത്ത് ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട്. ഇവൻ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് വണ്ടിയാണ്. ഇവൻ ഇതിന് വരെ ഓട്ടോ ഹോൾഡ് കൊടുത്തിട്ടുണ്ട്, ഹിൽ ഹോൾഡ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പം ഞാൻ വണ്ടി ഫുള്ള് സ്റ്റോപ്പ് ചെയ്തു, ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു. ഇതൊരു കയറ്റമാണ്. അപ്പോൾ പല മാണി സാറിൻ്റെ ബൈപ്പാസ് ആണ് ഇത് കാണുന്നത്. നമ്മൾ ഇവിടുന്ന് നമ്മൾ വണ്ടി മുന്നിലേക്ക് എടുത്ത് നമുക്ക് ഓടിക്കാം. ജസ്റ്റ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാനിന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുവാണ്. അപ്പോൾ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത് കാണിച്ചു തരാം. ബ്രേക്കിൽ നിന്ന് കാലെടുത്തു. ഒരു 3 to 4 സെക്കൻഡ്സ് ഒക്കെ ആയിരിക്കും ഇത് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത്. അത് കഴിയുമ്പോൾ വണ്ടി പിന്നിലേക്ക് പോകും. എഗെയിൻ നമുക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതല്ലേ, ഈ ടൈമിൽ നമുക്ക് വണ്ടി പുറകിലേക്ക് ഇറങ്ങാതെ വളരെ നീറ്റായിട്ട് നമുക്ക് വണ്ടി എടുത്തിട്ട് പോകാൻ പറ്റും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ XL6 നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും എടുക്കാനായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിക്കുക. ദെൻ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ബൈ ബൈ. പിന്നെ മറ്റൊരു കാര്യം, ഈ വാഹനം നിങ്ങൾ വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എൻക്വയറി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ടെസ്റ്റ് ഡ്രൈവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.